വേടന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കൂ എന്നുള്ളത്. അപ്പോൾ ഇന്ന് കോടതി വേടന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്ത് ഈ ഇരകളെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയപ്പെടുന്ന യുവതികൾ അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേടനെതിരെയുള്ള ഈ സാമൂഹിക മാധ്യമങ്ങളിലുള്ള പോസ്റ്റാണ് ഇവർ മുന്നിലേക്ക് വെക്കുന്നത്. അതായത് തെളിവെന്ന് പറയുന്ന സാധനം ഈ വേടൻ മുൻപ് മീറ്റു ആരോപണ കേസിൽ സോഷ്യൽ മീഡിയയിലായിട്ടുള്ള ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഈ മാപ്പപേക്ഷ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരകൾ ഈ കോടതിക്ക് മുന്നിലേക്ക് പറയുന്ന ഹർജിയുമായിട്ട് ചെന്നത്. അപ്പോൾ അന്ന് കോടതി പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകളൊന്നും എടുത്തുകൊണ്ട് ഒരു കോടതിയിൽ ഒരു വിധി പരിഗണിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്രയെത്ര കേസുകൾക്ക് ഈ രീതിയിൽ വിധി പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയും ഇതിവിടെ അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അയാൾ വലിയൊരു ആളാണോ എന്നുള്ളതിലൊന്നുമല്ല കാര്യം. അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ആ തെറ്റിന് ഉതകുന്നതായിട്ടുള്ള തെളിവുകൾ നിങ്ങളിവിടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വേടനെ ഈ ഒരു കുറ്റവാളി എന്നുള്ള രീതിയിലേക്ക് ചിത്രീകരിക്കാനോ